ശ്രീമന്നാരായണീയം 24-ാം ദശകം പ്രഹ്ലാദചരിതം. പ്രഹ്ലാദൻ്റെ വിദ്യാഭ്യാസവും പിതൃകോപവും ഈ ദശകത്തിൽ പ്രതിപാദിക്കപ്പെടുന്നു. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവഭവതാ ഹതേ ശോകക്രോധ ഗ്ലപിതധൃതിരേതസ്യ സഹജ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാധിസദസി പ്രതിജ്ഞാമാദേന തവ കില വധാർത്ഥം മധുരിപു. ഹേ ദേവ, വരാഹശ്രേഷ്ഠ സ്വരൂപനായ അങ്ങ് ഹിരണ്യാക്ഷനെ കൊന്നപ്പോൾ ശോകക്രോധാധിക്യത്താൽ മനസമാധാനം നശിച്ച ഹിരണ്യാക്ഷ സഹോദരനായ ഹിരണ്യകശിപു, ഹേ മധുവൈരിയായ ഭഗവാനെ, അങ്ങയെ വധിക്കുമെന്ന് അസുര സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു. വിധാതാരം ഘോരം സഖലു തപസ്സിത്വാനചിരതാ പുരസാക്ഷാൽ കുർവൻ സുരനരമൃഗാധൈര്യനിധനം വരം ലബ്ധാ ദൃപ്തോ ജഗതിഹ ഭവന്നായകമിദം പരിക്ഷുന്യനിദ്രാദഹരത് ദിവം ത്വാമഗണയൻ. പ്രതിജ്ഞാ നിർവഹണത്തിനു വേണ്ടി അവൻ താമസിയാതെ തപസ് ചെയ്യുകയും ബ്രഹ്മാവിനെ പ്രത്യക്ഷനാക്കുകയും ചെയ്തു. ബ്രഹ്മാവിൽ നിന്ന് ദേവന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ എന്നിവയാൽ വധിക്കപ്പെടുകയില്ലെന്ന വരം നേടിയ ഹിരണ്യകശിപു അഹങ്കരിച്ച് അങ്ങ് നായകനായ ഈ ലോകത്തെ നശിപ്പിക്കുകയും അങ്ങയെ അവഗണിച്ചുകൊണ്ട് ഇന്ദ്രനിൽ നിന്ന് സ്വർഗലോകം കവർന്നെടുക്കുകയും ചെയ്തു. നിഹന്തും ത്വാം ഭൂയസ്തവ പദമാപ്യസ്തചരിപോർ ബഹിർദൃഷ്ടേരന്തർദധിതഹൃദയേ സൂക്ഷ്മവപുഷാം നതന്നുച്ചൈസ്തത്രാഭ്യഖിലഭുവനാന്തേ ച മൃഗയൻ ഭിയായാദം മത്വാ സഖലുജിതകാശീ നിവവൃതേ. പിന്നീട് അങ്ങയെ വധിക്കാനായി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന അവൻ്റെ ബാഹ്യദൃഷ്ടിയിൽ നിന്നും മറഞ്ഞ് അങ്ങ് അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷ്മ ശരീരനായി ലയിച്ചു ചേർന്നു. വൈകുണ്ഠത്തിലും മറ്റെല്ലാ ലോകങ്ങളിലും അങ്ങയെ തിരഞ്ഞ അവൻ അങ്ങ് ഭീതനായി പലായനം ചെയ്തിരിക്കുമെന്ന് കരുതി വിജയഭാവത്തോടെ പിന്തിരിഞ്ഞു. തതോസ്യ പ്രഹ്ലാദ സമജനിസുതോ ഗർഭവസതോ മുനിർവീണാപാണേരധിഗത ഭവൽ ഭക്തിമഹിമാ സ വൈജാത്യ ദൈത്യ ശിശുരപി സമേത്യ ത്വൈരതീം യതസ്തദ്ഭക്താനാം വരദ പരമോദാഹരണതാം. തദനന്തരം ഗർഭസ്ഥിതനായിരിക്കുമ്പോൾ തന്നെ തമ്പുരുവേന്തിയ നാരദ മഹർഷിയാൽ വിഷ്ണു ഭക്തി പ്രഭാവം ഉപദേശിക്കപ്പെട്ട പ്രഹ്ലാദൻ എന്ന പുത്രൻ ഹിരണ്യകശിപുവിന് ജനിച്ചു. വരദായകനായ ഭഗവാനെ, ജന്മന അസുരനും ശിശുവുമായ പ്രഹ്ലാദകുമാരൻ അങ്ങയുടെ ഭക്തനായി തീരുകയും ഭക്തന്മാർക്ക് ഏറ്റവും വലിയ മാതൃകയായി തീരുകയും ചെയ്തു. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസാവിധമിതമഭദ്രായ ദൃഢമീത്യപാകുർവൻ സർവം തവ ചരണഭക്തൈവ വിവൃതേ. അസുരന്മാരാൽ പരിഹസിക്കപ്പെടുന്ന അങ്ങയുടെ പാദഭക്തി സ്വപിത്രനിൽ പ്രത്യക്ഷ രൂപത്തിൽ കണ്ടപ്പോൾ ദുരാത്മാവായ ഹിരണ്യകശിപു അവനെ ചിരകാലം ഗുരുനാഥന്മാരുടെ കീഴിൽ വിദ്യ അഭ്യസിപ്പിക്കാൻ അയച്ചു. ഗുരുക്കളുടെ ഉപദേശങ്ങളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ അശുഭകരങ്ങളാണെന്നും പറഞ്ഞുപേക്ഷിച്ച പ്രഹ്ലാദൻ
അങ്ങയുടെ പാദഭക്തിയോടൊത്ത് വളർന്നു വന്നു. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപുഷ്ടേ തതനയേ പവൽ ഭക്തിം വര്യാമഭിഗതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ മധോപായാനസ്മിൻ വ്യതനുത പവൽ പാദശരണേ. ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതെന്ന് ചോദിച്ചപ്പോൾ ഭഗവത് ഭക്തിയാണ് ഏറ്റവും ശ്രേയസ്കരമെന്ന് പുത്രൻ മറുപടി പറഞ്ഞത് കേട്ട് ആകുലനായിത്തീർന്ന ഹിരണ്യകശിപു ഗുരുനാഥന്മാരോട് കോപിക്കുകയും ഈ ബോധം അവനിൽ സഹജമായി കാണുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങയുടെ പാദദാസനായ അവൻ്റെ പ്രാണാപായം വരുത്താനുള്ള മാർഗം ആലോചിക്കുകയും ചെയ്തു. സസ്യൂലൈരാവിദ്ധ സുബഹുമതിതോ ദിഗ്ഗജഗണൈർ മഹാസർപ്പൈർദഷ്ടോ വ്യനശനഹാരവിധുത ഗിരീന്ദ്രാവാക്ഷിപ്തോപ്യഹ പരമാത്മന്നൈ വിഭോ ത്വയീനസ്താത്മത്വാത് കിമപി ന നിപീഠാമഭജത. പരമാത്മസ്വരൂപനായ ദേവ, അങ്ങയിൽ ആത്മാർപ്പണം ചെയ്യുക മൂലം ശൂലത്താൽ പിളർക്കപ്പെട്ടപ്പോഴും മഹാസർപ്പങ്ങളാൽ ദംശിക്കപ്പെട്ടപ്പോഴും ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഉഗ്രമായ വിഷം കുടിപ്പിക്കുക എന്നിവയാൽ ക്ലേശിപ്പിക്കപ്പെട്ടപ്പോഴും പ്രഹ്ലാദന് ഒട്ടും വേദന ഉണ്ടായില്ല. തദശങ്കാവിഷ്ട സ പുനരതിരുഷ്ടോസ്യ ജനകോ ഗുരുഭ്യാതൽഗേഹേ കില വരുണപാശൈസ്തമരുണൽ ഗുരോശ്ചാസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവൽ ഭക്തേസ്തസ്വം പരമമപി വിജ്ഞാനമശിഷ്ടത്. ഈ അത്ഭുത സിദ്ധികൾ മൂലം ശങ്കാധീനനായി തീർന്ന പ്രഹ്ലാദ പിതാവ് ഗുരുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് അവനെ ഗുരുഗൃഹത്തിൽ തന്നെ വരുണപാശത്താൽ ബന്ധനസ്ഥനാക്കി. പക്ഷേ പ്രഹ്ലാദൻ ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ സഖാക്കളായ അസുര ബാലകന്മാർക്ക് വിഷ്ണുഭക്തിയുടെ തത്വത്തെയും പരമവും ഉത്കൃഷ്ടവുമായ ജ്ഞാനത്തെയും ഉപദേശിച്ചു. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം തുൽസ്തുതിപരം രുഷാന്ത പ്രാഹൈനം കുലഹതക കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ജഗദാഞ്ചാപി സബലം സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതിയിൽ. ബാലകന്മാരെല്ലാം അങ്ങയെ സ്തുതിക്കുന്നത് കേട്ട് കോപാന്ധനായി തീർന്ന ഹിരണ്യകശിപുവും കുലദ്രോഹിയായ നിനക്ക് ബലം തരുന്നത് ആരാണെന്ന് പ്രഹ്ലാദനോട് ചോദിച്ചു. ധീരനായ പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, വൈകുണ്ഠവാസിയായ ഭഗവാനാണ് എൻ്റെ ബലം. അങ്ങയുടെ ബലവും അദ്ദേഹം തന്നെയാണ്. എല്ലാ ലോകങ്ങളുടെയും ബലം അദ്ദേഹമാണ്. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മസ്തംഭം ചലിത കരവാളോതി രതിസുത അത പശ്ചാദ്വിഷ്ണോ നഹി വദിതുതമിശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാ. എടാ, സർവലോകാത്മാവായ നിന്റെ വിഷ്ണു എവിടെ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹിരണ്യകശിപുവും ഇളകുന്ന കരവാളിനാൽ ഒരു തൂണ് വെട്ടിമുറിച്ചു. ഹേ വിഷ്ണു, അനന്തര സംഭവങ്ങൾ പെട്ടെന്ന് പറയാൻ എനിക്ക് കരുത്തില്ല. കൃപാനിധിയും പ്രപഞ്ചസ്വരൂപനുമായ ഗുരുവായൂരപ്പ, എൻ്റെ ദീനതകൾ അകറ്റേണമേ. ശ്രീഹരേ നമഃ.